Hello guys, welcome to Half Basic Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ റിസോഴ്സസിന്റെ ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എ കൺവെൻഷണൽ ഫ്ലോ ഡ്യൂറേഷൻ കർവ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ഫ്ലോ ആൻഡ് പെർസെൻറ്റേജ് ടൈം ഫ്ലോ is exceeded, duration of flooding and ground level elevation, duration of water supply in a city and proportion of area receiving supply exceeding this duration, flow rate and duration of time taken to empty a reservoir at that flow rate. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഹോട്ടൻസ് കർവ് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം കർവ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എക്സിന്റെയും വൈന്റെയും മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഡിസ്ചാർജ്, ഇത് പെർസെൻറ്റേജ് ഫ്ലോ റേറ്റ്, ഫ്ലോ ടൈം. ഓക്കെ, അപ്പം ഇൻ നേച്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 10% ആണ്, അതേപോലെ ഇവിടെ 20% ആണെങ്കിൽ എത്രയായിരിക്കും ഡിസ്ചാർജ്? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് 10%, ഇത് 20% ആണെങ്കിൽ എത്രയായിരിക്കും ഡിസ്ചാർജ്? അപ്പോൾ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് Q2, ഇത് Q1. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ Q1 ഈസ് എ ഡിസ്ചാർജ് എക്സീഡഡ് ഫോർ 10% ടൈം. ഓക്കെ, Q1 ഈസ് എ ഡിസ്ചാർജ്, അതേപോലെ Q2 is a discharge that exceeded for 20% time. Okay, അപ്പം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫോർ 10% ടൈം ഡിസ്ചാർജിന്റെ വാല്യൂ അല്ലെങ്കിൽ Q1ന്റെ വാല്യൂ എന്താണ്? ഓക്കെ, അല്ലെങ്കിൽ ഫോർ 20% ടൈം Q2ന്റെ വാല്യൂ എന്താണ്? ഇതാണ് സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കൺസെപ്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് കൺസെപ്റ്റ്. അപ്പം ഇവിടെ അതൊന്നും അല്ല, കൺസെപ്റ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ ജസ്റ്റ് എക്സിന്റെയും വൈന്റെയും മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഫ്ലോ ആൻഡ് പെർസെൻറ്റേജ് ഫ്ലോ. ഓക്കെ, ഫ്ലോ ആൻഡ് പെർസെൻറ്റേജ് ടൈം ഫ്ലോ ഈസ് എക്സീഡഡ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1 hour റെയിൻഫാൾ ഓഫ് 10 centimeter magnitude at a station has return period of 50 years. The probability that a 1 hour rainfall of magnitude 10 centimeter or more will occur in each of 2 successive years is 0.04, 0.2, 0.02, 0.0004. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് അറിയാം നമുക്ക് എന്താണ് പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? 1 by ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താണ് 1 by ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം പീരീഡ്. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 by ടൈം പീരീഡ്, സോറി ഫ്രീക്വൻസി അല്ല, നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1 by ഫ്രീക്വൻസി, അതിന്റെ ഇക്വലന്റ് എന്താണ്? 1 by ടൈം പീരീഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ടൈം പീരീഡ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 50 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇത് 50 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഇയറിന്റെ ആയിരിക്കും. ഓക്കെ, ഒരു ഇയറിന്റെ ആയിരിക്കും 1 by 50 എന്ന് വരുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 2 consecutive ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോറി, 2 സക്സസീവ് ഇയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു 1 by 50 അഗെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? 1 by 2500. ഓക്കെ, അപ്പം നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? 0.0004. ഓക്കെ, അപ്പം ഏതാണ്? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ആണ്, ജസ്റ്റ് നമ്മൾ ഓർത്താൽ മതി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 by ഫ്രീക്വൻസി, ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്? അത് ടൈം പീരീഡിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ടൈം പീരീഡ് 50 ആണ്, അതേപോലെ 2 സക്സസീവ് ഇയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം ചെയ്യണം. സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻസ് ഹൈഡ്രോളജിയുടെ എല്ലാം സിമ്പിൾ ആണ്. പക്ഷെ എന്താണ്, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവത്തില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. An iso height is a line joining points of equal temperature, equal humidity, equal rainfall depth, equal evaporation. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. ഇത് നമുക്കറിയാം. ഐസോ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈക്വൽ റെയിൻഫോൾ ഡെപ്തിനെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ is a line joining points of equal rainfall depth. ഓക്കെ, അപ്പം ഐസോസ് കുറേ ഉണ്ട്, അത് നമുക്ക് ഡെപ്ത് ആയിട്ട് നോക്കാം ഇനി വരുന്ന സെഷൻസിൽ. ഓക്കെ, ബിക്കോസ് അതെല്ലാം ഐസോസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ റേഷ്യോ ഓഫ് ആക്ച്വൽ evapotranspiration ടു പൊട്ടൻഷ്യൽ evapotranspiration ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 0.0 to 0.4, 0.6 to 0.9, 0.0 to 1, 1 to 2 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് റേഷ്യോ പറഞ്ഞിട്ടുള്ളത്? ആക്ച്വൽ ഇവാപ്പോട്രാൻസ്പിറേഷൻ്റെയും അതേപോലെ പൊട്ടൻഷ്യൽ ഇവാപ്പോട്രാൻസ്പിറേഷൻ്റെയും റേഷ്യോ എത്ര ആയിരിക്കണം, അതിന്റെ റേഞ്ച് എത്ര ആയിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കറിയാം ഇതിന്റെ നമുക്ക് ഓപ്ഷൻ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം എന്തിന്റെ റേഷ്യോന്റെ വെച്ചാൽ മാക്സിമം വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ 1 ആയിരിക്കുമെങ്കിൽ നമുക്ക് എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ എന്താണ്? മാക്സിമം വാല്യൂ 1 ആകുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
നമുക്ക് ഡി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കറിയാം എന്താണ് ഇതിന്റെ റേഷ്യോ എന്ത് വേണം ഒന്നുകൂടെ. നമുക്ക് റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ് 0 to 1 വരെ എന്ത് റേഞ്ച് വേണമെങ്കിലും വരാം. 0 to 1 വരെ എന്ത് റേഞ്ച് വേണമെങ്കിലും വരാം. അതാണ് സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതും നമുക്ക് ബാക്കി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ വരുന്നത്? സി ആണ്. 0.0 to 1.0. അപ്പം സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 0 to 1 അതിനിടയ്ക്കുള്ള എന്ത് റേഞ്ച് വേണമെങ്കിലും വരും. നമ്മൾ സിമ്പിൾ ആയിട്ട് ഓർക്കേണ്ടത് മാക്സിമം റേഞ്ച് 1 ആണെങ്കിൽ അതിൽ താഴ്ന്ന വാല്യൂ എന്ത് വേണമെങ്കിലും വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Vertical hydraulic conductivity of the top soil at certain stages 0.2 centimeter per hour. A storm of intensity 0.5 centimeter per hour occurs over the soil for an indefinite period. Assuming the surface drainage to be adequate, the infiltration rate after the storm has lasted for a very long time shall be smaller than 0.2 centimeter per hour, 0.2 centimeter per hour, between 0.2 and 0.5 centimeter per hour, 0.05 centimeter per hour. ഓക്കെ, ഇതും നമുക്ക് എന്താണ് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കൺസെപ്റ്റ് നമുക്ക് റീഡ് ചെയ്യാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെർട്ടിക്കൽ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഓഫ് ദ ടോപ്പ് സോയിൽ അറ്റ് എ സർട്ടൈൻ സ്റ്റേജ് 0.2. ഓക്കെ, അപ്പോൾ 0.2ന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അതേപോലെ വെച്ചു. സോയിലിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മഴ പെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം എന്താണ് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 0.2 സെന്റിമീറ്റർ പെർ അവർ. ഓക്കെ, storm of intensity 0.5. സ്റ്റോമിന്റെ ഇന്റൻസിറ്റി തന്നിട്ടുണ്ട് 0.5 സെന്റിമീറ്റർ. അതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ യൂസ് ഒന്നുമില്ല. occurs over the soil for an indefinite period. Okay, assuming the surface drainage to be adequate. Surface drainage adequate ആണ്. The infiltration rate after the storm has been lasted for a long time. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോമിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്റ്റോമിന്റെ വാല്യൂ എന്താണ്? കുറേ സമയം. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ എന്താണ് സ്റ്റോമിന്റെ ഇന്റൻസിറ്റി ഒന്നുമില്ല. പക്ഷേ കുറച്ച് സമയം അല്ലെങ്കിൽ കൂടുതൽ സമയം വരെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ സ്റ്റോമിന്റെ എഫക്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇനീഷ്യലി നമുക്കറിയാം ഇത് സോയിലാണ്. ഓക്കെ, സോയിലാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യം മഴ പെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഫുള്ളാണ് ഡ്രൈ സോയിലാണ്. ഓക്കെ, ഡ്രൈ സോയിലാണ്. അപ്പോൾ എന്താണാവുന്നത്? നമ്മൾ മഴ പെയ്യുമ്പോൾ ആദ്യം വോയിഡ്സ് ഫിൽ ആകും. ഓക്കെ, വോയിഡ്സ് ഫിൽ ആകും, ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ഓഫ് വോയിഡ്സ് ഫിൽ ആകും. അതേപോലെ ഇൻഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഇൻഫിൽട്രേഷൻ കൂടുതൽ നടക്കും. അപ്പോൾ സിമ്പിൾ ഇനീഷ്യൽ കേസിൽ എന്തായിരിക്കും? ഇനീഷ്യൽ കേസിൽ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ സോയിൽ ഡ്രൈ ആയിരിക്കും. അവിടെ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി. ഇത് ക്ലിയർ ആണല്ലോ. വിത്ത് ഇൻക്രീസിങ് ടൈം എന്താണ് ആവുന്നത്? നമുക്ക് എന്താണ് ഇതിന്റെ വോയിഡ്സ് ഫുള്ള് ഫിൽ ആകും. ഓക്കെ, അപ്പം ഇതിന്റെ വോയിഡ്സ് ഫുള്ള് ഫിൽ ആകും വിത്ത് വാട്ടർ. ഓക്കെ, അപ്പം ഇതിന്റെ വോയിഡ്സ് ഫുള്ള് ഫിൽ ആകും വിത്ത് വാട്ടർ. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ വോയിഡ്സ് ഫുള്ള് ഫില്ലായി വിത്ത് വാട്ടർ. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റിയും അതേപോലെ ഇൻഫിൽട്രേഷനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് നിയർ ബൈ ഈക്വലന്റ് ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം വേരിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഫിൽട്രേഷനും അതേപോലെ നമ്മുടെ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റിയും എന്താണ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. വേരിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താണ് മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒബ്വിയസ്ലി ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റിനേക്കാളും കുറവായിരിക്കും. അതാണ് കൺസെപ്ച്വലി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ആൻസർ നമുക്ക് പറയാൻ പറ്റും. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്കറിയാം നമുക്ക് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എത്ര തന്നിട്ടുണ്ട്? 0.2 ആണ് തന്നിട്ടുള്ളത്. 0.2 സെന്റിമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് വിത്ത് ഇൻക്രീസിങ് ടൈം എന്താണ് സോയിലിന്റെ വോയിഡ്സ് ഫുള്ള് ഫില്ലായി. അപ്പോൾ എന്താണ് ഇനീഷ്യൽ കേസിൽ ഇൻഫിൽട്രേഷൻ കൂടുതലായിരുന്നു ആസ് കമ്പയർഡ് ടു ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി. പക്ഷെ വിത്ത് ഇൻക്രീസിങ് ടൈം എന്താണായത്? ഇൻഫിൽട്രേഷൻ ഫുള്ളായിട്ട് എന്താണാവുന്നത്? വോയിഡ്സ് ഫുള്ളായിട്ട് ഫിൽ ആകുമ്പോൾ ഇൻഫിൽട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത് ആസ് കമ്പയർഡ് ടു ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണാവുന്നത്? ക്വസ്റ്റ്യനിൽ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചുകൊണ്ട് ആൻസർ എന്താണാവുന്നത്? 0.2നേക്കാളും കുറവാണെന്ന് ആണ് ആൻസർ ആവേണ്ടത്. സ്മോളർ ദാൻ 0.2 സെന്റിമീറ്റർ പെർ അവർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സിമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം സോയിൽ ഡ്രൈ ആയിരുന്നു. അവിടെ വാട്ടർ മഴ പെയ്യുമ്പോൾ എന്താണ് ആദ്യം ഡ്രൈ സോയിൽ എന്താണ് ഈസിലി പെനിട്രേറ്റ് ചെയ്ത് പോകും. വോയിഡ്സ് മാക്സിമം ആണ്, വോയിഡ്സ് ഓപ്പൺ ആണ്. അപ്പോൾ ഈസിലി പെനിട്രേറ്റ് ചെയ്ത് താഴെ പോകും. അപ്പോൾ ഇൻഫിൽട്രേഷൻ എന്താണ്? ഇൻഫിൽട്രേഷൻ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി. ഓക്കെ, വിത്ത് ഇൻക്രീസിങ് ടൈം എന്താണ് ആവുന്നത്? വോയിഡ്സ് ഫുള്ളി ഫിൽ ആകും. ഓക്കെ, മഴ പെയ്യുമ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മതി വോയിഡ്സ് ഫുള്ളി ഫിൽ ആകുമ്പോൾ എന്താണ് അവിടെ ഇൻഫിൽട്രേഷൻ എന്താണ്? ഇൻഫിൽട്രേഷൻ കുറയുമല്ലേ ചെയ്യുന്നത്. ഇൻഫിൽട്രേഷൻ എന്ന് വെച്ചാൽ താഴോട്ട് വെള്ളം കുറച്ചേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഫിൽട്രേഷൻ
ഇൻഫിൽട്രേഷൻ കുറയുവാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഹൈഡ്രോളിസിറ്റിയുടെ ഈക്വൽ ആയിരിക്കും, അതോ റേഞ്ച് 0.2 to 0.5 ആയിരിക്കും, അതോ 0.5 ആയിരിക്കും, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും, ഇൻഫിൽട്രേഷന്റെ മാഗ്നിറ്റ്യൂഡ് ഇനീഷ്യലി കൂടുതലായിരിക്കും, വിത്ത് ഇൻക്രീസിങ് ടൈം സ്മോളർ ദാൻ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുമ്പോൾ സ്മോളർ ദാൻ 0.2 cm/h. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇന്നത്തെ സെക്ഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത സെക്ഷൻ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു എവരിവൺ. നമുക്ക് ലിങ്ക് മാക്സിമം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. താങ്ക് യു.